എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ശ്രീലങ്കയ്ക്കെതിരായ ഇന്ത്യയുടെ T20 പരമ്പരയിലെ മൂന്നാമത്തെ T20 മത്സരം നാളെ രാത്രി 7 മണി മുതൽ നടക്കും. ആദ്യ 2 മത്സരങ്ങൾ വിജയിച്ച ഇന്ത്യ പരമ്പര സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. എന്നിരുന്നാലും നാളത്തെ മത്സരം കൂടി വിജയിച്ച് പരമ്പര തൂത്തുവാരാനാണ് ഇന്ത്യ ലക്ഷ്യം ഇടുന്നത്. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ മത്സരത്തിൽ ഇതുവരെ അവസരം കിട്ടാത്ത താരങ്ങൾക്ക് അവസരം നൽകാനാണ് ഇന്ത്യൻ ടീം ലക്ഷ്യമിടുന്നത്. ഇനി നാളത്തെ മത്സരത്തെപ്പറ്റി പറയുമ്പോൾ നാളത്തെ പ്ലേയിങ് 11-ൽ ഇന്ത്യൻ ടീമിൽ അടിമുടി മാറ്റമാണ് വരാൻ പോകുന്നത്. ആദ്യ 2 മത്സരങ്ങളിലും ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവിന് വിശ്രമം നൽകി മലയാളി താരം സഞ്ജു സാംസനെ ക്യാപ്റ്റനായി ഇറക്കാമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. ഇത് സഞ്ജു സാംസണ് ഒരു ലോട്ടറി തന്നെയാണ്. ഓപ്പണർ റോളിൽ തന്നെയായിരിക്കും സഞ്ജു നാളെയും കളിക്കാൻ ഇറങ്ങുന്നത്. എന്തായാലും മലയാളി ആരാധകർ വളരെയധികം ആവേശത്തിലാണ്. ഇനി നമുക്ക് ഇന്ത്യ-ശ്രീലങ്ക മത്സരത്തിലെ ഇന്ത്യയുടെ പ്ലേയിങ് 11 ഒന്ന് വിശദമായി പരിശോധിക്കാം. ഓപ്പണിംഗിനായി യശസ്വി ജയ്സ്വാൾ, സഞ്ജു സാംസൺ സഖ്യം ഇറങ്ങും. വൺ ഡൗണായി ശുഭ്മൻ ഗിൽ ഇറങ്ങും. 4-ാം നമ്പറിൽ ഋഷഭ് പന്ത് എത്തുമ്പോൾ 5-ാമനായി ഹാർദിക് പാണ്ഡ്യ ഇറങ്ങും. 6-7 നമ്പറുകളിൽ റിയാൻ പരാഗ്, റിങ്കു സിംഗ് എന്നിവരും എത്തും. ഇനി ബൗളിംഗ് നിരയിൽ പതിവുപോലെ സ്പിന്നിൽ രവി ബിഷ്ണോയ്, അക്സർ പട്ടേൽ എന്നിവരും പേസ് നിരയിൽ മുഹമ്മദ് സിറാജ്, അർഷദീപ് സിംഗ് എന്നിവരും ഉണ്ടാകും. സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിയിൽ ആദ്യമായിട്ടാണ് ഇന്ത്യ കളിക്കാൻ ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നാളെ ഒരു മികച്ച വിജയം നേടാനായിരിക്കും സഞ്ജുവും കൂട്ടരും ലക്ഷ്യമിടുന്നത്. എന്തായാലും സഞ്ജുവിന്റെ കീഴിൽ ഇന്ത്യ മിന്നും വിജയം നേടും എന്ന് ഉറപ്പാണ്. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.